തമിഴ്നാടിൻ്റെ ബോർഡറിൽ ബാംഗ്ലൂരിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഹൊസൂർ. അപ്പോൾ ബാംഗ്ലൂർ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളർച്ച ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ള ഒരു സ്ഥലമായിട്ടാണ് ഈ ഒരു ഹൊസൂരിനെ കണക്കാക്കുന്നത്. ഈ ഒരു ഹൊസൂരിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് കേട്ടോ, ഈ ബാംഗ്ലൂരിലത്തെ പോലെ തന്നെ. അതേപോലെ തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് പല മാനുഫാക്ചറിങ് കമ്പനീസും കാര്യങ്ങളൊക്കെ അവിടെ യൂണിറ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ടാറ്റ. അപ്പോൾ നമ്മളുടെ ടാറ്റയുടെ ടൈറ്റൻ്റെ വാച്ച്, ഫാസ്റ്റ് ട്രാക്കിൻ്റെ വാച്ച് തുടങ്ങിയിട്ടുള്ള വാച്ചുകളൊക്കെ ഇല്ലേ, അതൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന പ്ലാന്റ് ഒക്കെ ഉള്ളത് അവിടെയാണ് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഹൊസൂരിലെ ഉത്തനപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ടാറ്റ വലിയ ഒരു ഫാക്ടറി കെട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ടാറ്റ ഇലക്ട്രോണിക് പ്രൊഡക്ട്സ് ആൻഡ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു കമ്പനി ആയിരുന്നു അത്. മൊബൈൽ പാർട്സ് മാനുഫാക്ചർ ചെയ്യുക, അതേപോലെ തന്നെ അസംബിൾ ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു കമ്പനിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരുപാടധികം എംപ്ലോയീസ് പണിയെടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 45,000-ലേറെ എംപ്ലോയീസ് അവിടെ പണിയെടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നോക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തൊരു വർഷമൊക്കെ ആകുമ്പോൾ അവിടുത്തെ എംപ്ലോയി കൗണ്ട് ഏകദേശം ഒരു 75,000-ഓളം എത്തുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ മെജോറിറ്റി നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാടധികം സ്ത്രീകളാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു സിറ്റി സൈഡിലൊക്കെയാണ് ഇങ്ങനെ കമ്പനികളും കാര്യങ്ങളൊക്കെ ഉള്ളത് എന്നുണ്ടെങ്കിൽ അവർക്ക് താമസിക്കാനും മറ്റൊക്കെയുള്ള അലവൻസ് ആയിരിക്കും കമ്പനി പ്രൊവൈഡ് ചെയ്യുക. അതായത് കുറച്ച് പൈസ കൂടുതലായിട്ട് കൊടുക്കും അവരുടെ അക്കോമഡേഷനും മറ്റൊക്കെ വേണ്ടിയിട്ട്. എന്നാൽ ആ ഒരു നാട്ടിലത്തെ കാര്യം നോക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ PG കിട്ടാനും ഹോസ്റ്റൽ കിട്ടാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊരു വില്ലേജ് ഏരിയ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള എംപ്ലോയീസിന് താമസിക്കാനായിട്ട് ടാറ്റ തന്നെ ഒരു അക്കോമഡേഷൻ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് കേളമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് വിഡിയൽ റെസിഡൻസി എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ടാറ്റ കെട്ടുകയാണ്. ഏക്കർ കണക്കിന് ലാൻഡിലാണ് കേട്ടോ ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടത്തിയത്. മെയിൻലി സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു അക്കോമഡേഷനും കാര്യങ്ങളും ആയിരുന്നു അത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്നും മറ്റൊക്കെ ഒരുപാടധികം ആളുകൾ വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ മോസ്റ്റ് മെജോറിറ്റി സ്ത്രീകളാണ്. അപ്പോൾ അവരുടെ ഒരു സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ടാറ്റയുടെ ഉത്തരവാദിത്തമാണല്ലോ. അപ്പോൾ അവർക്ക് നല്ലൊരു അക്കോമഡേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിലുള്ള ബിൽഡിങ് കാര്യങ്ങളൊക്കെ കെട്ടിയത്. ഈ വിഡിയൽ റെസിഡൻസിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8 ടവറുകളായിരുന്നു അവിടെ ഉള്ളത്. ഓരോ ടവറിലും 11 ഫ്ലോറുകളും മറ്റൊക്കെ ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് സ്ത്രീകളാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് കമ്പനിയിലോട്ട് ബസ്സും കാര്യങ്ങളൊക്കെ ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ ഷിഫ്റ്റിനും ബസ്സൊക്കെ വരും. അപ്പോൾ അവിടെയുള്ള എംപ്ലോയീസ് അതേപോലെ തന്നെ ബസ്സിൽ കയറി അങ്ങോട്ട് പോകും. അതേപോലെ തന്നെ അവിടെ നിന്ന് തിരിച്ചു ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ റൊട്ടീനും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുൻപ് ആ ഒരു വിഡിയൽ റെസിഡൻസിയിൽ വലിയ ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണ്. 1000-ലേറെ സ്ത്രീകൾ പുറത്തിറങ്ങി സമരം ചെയ്യുന്നൊരു സാഹചര്യം വരെ ഉണ്ടായി. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ ഒരു സമരം, അതേപോലെ തന്നെ എന്തായിരുന്നു ഇഷ്യൂ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അന്ന് കൃത്യമായി പറഞ്ഞാൽ November 2, 2025 വിഡിയൽ റെസിഡൻസിയിലെ 4th ടവറിലെ 8ാമത്തെ നിലയിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അപ്പോൾ ഓരോ നിലയിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല യൂണിറ്റുകൾ ഉണ്ടാവും. അതിൽ ഒരു യൂണിറ്റിൽ 4 സ്ത്രീകൾ വെച്ചിട്ടായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു യൂണിറ്റിലുള്ള ഒരു സ്ത്രീ, മഹാരാഷ്ട്രക്കാരിയാണ് അവർ ഇതേപോലെ തന്നെ രാവിലെ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഓഫീസിൽ പോകുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കോമൺ ടോയ്ലറ്റിലോട്ട് പോയതായിരുന്നു. അവർക്ക് ഏകദേശം ഒരു 24-25 വയസ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരങ്ങനെ കുളിക്കാനായിട്ട് ബാത്റൂമിൽ കയറിയിട്ട് ഡ്രസ്സൊക്കെ മാറുന്നതിൻ്റെ ഇടയിലാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ബാത്റൂമിലെ ഒരു കോർണറിൽ ചെറിയൊരു ലൈറ്റിംഗ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ പേടിച്ചു. കുളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു കുളിയൊക്കെ നിർത്തിയിട്ട് അവർ നോക്കുകയാണ് എന്താണ് സംഭവം എന്നുള്ളത്. അത് നോക്കിയപ്പോഴാണ് അവർ ഞെട്ടിക്കുന്ന ആ ഒരു കാര്യം മനസ്സിലാക്കിയത്. അത് ഒരു ഹിഡൻ ക്യാമറയായിരുന്നു. ഉടനെ തന്നെ അവർ കുളിയൊക്കെ നിർത്തി നേരെ തന്നെ റൂമിലോട്ട് ഓടിയെത്തുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന തൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുകയാണ്, നമ്മളുടെ ബാത്റൂമിൽ ആരോ ക്യാമറ വെച്ചിട്ടുണ്ട്, ഒന്ന് വന്ന് നോക്കാനായിട്ട് പറയുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലോട്ട് പുരുഷന്മാർ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനിയിപ്പോൾ ക്ലീനിങ് സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ അതും സ്ത്രീകൾ തന്നെയാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആരെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള സൂപ്പർവിഷൻ്റെ അണ്ടറിലൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള ആളുകൾ വന്ന് പോകുന്നത്. സോ അവിടെ പുരുഷന്മാർ വന്നെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ക്യാമറ വെക്കാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളൊരു ചിന്തയും അവർക്കുണ്ടായിരുന്നു. അങ്ങനെ നേരെ തന്നെ റൂമിൽ ചെന്നെങ്കിൽ തൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഈ ഒരു കാര്യം പറയാണ്. അപ്പോൾ 23 വയസ്സുള്ള നീലുകുമാരി ഗുപ്തയായിരുന്നു ആ ടൈമിൽ അവരുടെ റൂമിലുണ്ടായിരുന്നത്. ഉടനെ തന്നെ ഇവർ രണ്ടുപേരും തിരിച്ച് ആ ഒരു ടോയ്ലറ്റിലോട്ട് കയറി നോക്കുകയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ആ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് കണ്ടു. അതെടുത്ത് നോക്കിയപ്പോൾ അതൊരു ഹിഡൻ ക്യാമറയാണ്. ഈ നീലുകുമാരിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒറീസ സ്വദേശിയായിരുന്നു. 23 വയസ്സായിരുന്നു കേട്ടോ അവരുടെ പ്രായം. അവർ ഒരു ക്യാമറ എടുത്തിട്ട് അയ്യോ ആരാണ് നമ്മൾ ബാത്റൂമിൽ ക്യാമറ വെച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ ഒരു ക്യാമറ എടുത്തങ്ങേറ്റ് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വിൻഡോ ഉണ്ടല്ലോ, വിൻഡോയിലൂടെ പുറത്തോട്ട് കളയായിരുന്നു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി ചോദിച്ചു, നീ എന്താണ് കളഞ്ഞത്? നമുക്ക് എന്തായാലും വാർഡൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുക്കണ്ടേ? ഇതേപോലെ എവിടെയൊക്കെ ക്യാമറ ഉണ്ടെന്ന് ആർക്കെങ്കിലും ഒക്കെ അറിയോ?
അപ്പോൾ ഇത് നമ്മളിത്തിരി ഇഷ്യൂ ആക്കേണ്ട ഒരു കാര്യമില്ല എന്ന് ചോദിച്ചപ്പോൾ ഈ ഒരു നീലുകുമാരി പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്, എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് കഴിഞ്ഞിട്ട് ജീവിച്ചു പോവാം. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനിപ്പോൾ നമ്മളെ തലക്ക് തന്നെ വന്നു കഴിഞ്ഞിട്ട് ഉള്ള പണിയും കൂടെ കളയണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു നീലുകുമാരി ആ ഒരു ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ കുളിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ക്യാമറയും കാര്യങ്ങളൊന്നും ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നും ഇപ്പോഴാണ് ഈ ഒരു സാധനം വന്നതെന്ന് കൂടെ നീലുകുമാരി കൂട്ടിച്ചേർക്കുകയായിരുന്നു. എന്നാൽ മറ്റേ പെൺകുട്ടിക്ക് ഭയം അങ്ങോട്ട് മാറിയില്ല. അപ്പോൾ ആ പെൺകുട്ടി ബാക്കിയുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുകയാണ് ഇതേപോലെ കുളിക്കുന്ന നമ്മളെ ബാത്റൂമിൽ ഒരു ക്യാമറ കണ്ട്. അങ്ങനെ അവർ ബാക്കിയുള്ള ബാത്റൂംസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ബാത്റൂം കൂടാതെ റൂമിലെങ്ങാനും കൊണ്ട് ആരെങ്കിലും ക്യാമറ വെച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി ഇവർക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ റൂമും കാര്യങ്ങളൊക്കെ അരിച്ചു പറക്കുകയാണ്. റൂം അങ്ങനെ സെർച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് നീലുകുമാരിയുടെ ബെഡിൻ്റെ അടിയിൽ ചെറുതായിട്ട് എന്തോ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് വീണ്ടും അവർ കാണുന്നത്. ആ ഒരു ലൈറ്റ് നോക്കിയപ്പോൾ അതും ഒരു ക്യാമറ തന്നെയായിരുന്നു. ആ ഒരു ക്യാമറയുടെ ആംഗിൾ കറക്റ്റായിട്ട് ആ ഒരു റൂമിൽ ആരെങ്കിലുമൊക്കെ ഡ്രസ്സ് മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കിട്ടാവുന്ന രീതിയിലായിരുന്നു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഉടനെ തന്നെ ആ ഒരു ക്യാമറ അവിടെ നിന്ന് എടുക്കുകയായിരുന്നു. എന്നിട്ട് നേരെ വാർഡൻ്റെ അടുത്ത് പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയും ചെയ്തു. സരിത എന്നായിരുന്നു വാർഡൻ്റെ പേര്. അപ്പോൾ കുറച്ച് പെൺകുട്ടികൾ നേരെ തന്നെ അങ്ങോട്ട് എത്തുകയാണ്. എന്നിട്ട് ഇതേപോലെ തന്നെ ഈ ഒരു ക്യാമറ കൊടുത്തു. എന്നിട്ട് ഇത് നീലുകുമാരിയുടെ ബെഡിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം കുളിക്കാൻ കയറിയപ്പോൾ ടോയ്ലറ്റിൽ നിന്ന് ഒരു ക്യാമറ കിട്ടിയെന്ന് പറഞ്ഞു. ഈ ഒരു നീലുകുമാരി അതെടുത്ത് പുറത്തോട്ട് എറിഞ്ഞു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. ഇത് കേട്ട് സരിത ആകപ്പാടെ ഷോക്കായി. അതായത് പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന ഈ ഒരു ഹോസ്റ്റലിൽ ഇങ്ങനെയുള്ളൊരു ക്യാമറയുടെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തൻ്റെ ജോലിയെ തന്നെ ബാധിക്കും, അതേപോലെ തന്നെ ഈ ഒരു കമ്പനിയുടെ റെപ്യൂട്ടേഷനെ തന്നെ ബാധിക്കും എന്നുള്ളൊരു ചിന്ത അവർക്ക് വരികയാണ്. അപ്പോൾ എങ്ങോട്ടാണ് ആ ഒരു ക്യാമറ എറിഞ്ഞു കളഞ്ഞതെന്നുള്ളത് ഈ ഒരു സരിത ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു ബാത്റൂമിൻ്റെ മുകളിൽ നിന്ന് എറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ വന്ന് വീഴാനുള്ളൊരു സ്പോട്ട് ഉണ്ടല്ലോ, അങ്ങോട്ട് ഇവരെല്ലാവരും കൂടെ പോയി നോക്കുകയായിരുന്നു. അവിടെ എത്തി അവർ ആ ഒരു ഏരിയ മുഴുവൻ പരിശോധിച്ചു. എന്നാൽ അവിടെ ആ ഒരു ക്യാമറയുടെ പൊടി പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ CCTV അടുത്തതായിട്ട് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. CCTV ചെക്ക് ചെയ്തപ്പോഴാണ് അവർ മറ്റൊരു ഫുട്ടേജ് കാണുന്നത്. അതായത് ഈ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ നീലുകുമാരി, ആ ക്യാമറ ഇട്ടതിന് ശേഷം നേരെ അങ്ങോട്ട് ഓടിപ്പോകുന്നൊരു വിഷ്വലായിരുന്നു അതിലുണ്ടായിരുന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവരവിടെ നിന്ന് തിരിച്ച് ഓടി വരുന്നുമുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും തന്നെ നീലുകുമാരിയുടെ മേലായി സംശയം. സോ ഉടനെ തന്നെ വാർഡൻ നീലുകുമാരിനെ വിളിപ്പിക്കുകയാണ്. എന്നിട്ട് ക്യാമറയുടെ കാര്യങ്ങളും മറ്റുമൊക്കെ ചോദിച്ചു. അപ്പോൾ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്നുള്ളതായിരുന്നു നീലുകുമാരി ചോദിച്ചത്. ആ ഒരു ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഇനി വേറെ ഇഷ്യൂ ആവണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു താനത് താഴത്തോട്ട് വലിച്ചെറിഞ്ഞെന്നും, ഞാനിതേപോലെ തന്നെ അവിടെ പോയി നോക്കിയപ്പോൾ ആ ഒരു ക്യാമറ അവിടെ ഉണ്ടായിരുന്നില്ല എന്നും, എൻ്റെ കട്ടിലിൻ്റെ അടിയിൽ ക്യാമറ ഞാനത് അറിഞ്ഞിട്ട് പോലുമില്ല, എനിക്കും അതിനും തമ്മിൽ യാതൊരു പങ്കുമില്ല എന്നുള്ള ഒരു കാര്യമൊക്കെ ഒരു നീലുകുമാരി അവിടെ കിടന്ന് കരഞ്ഞ് പറയുകയായിരുന്നു. എന്നാലും ബാക്കിയുള്ളവർക്കൊന്നും ആ ഒരു കണ്ണീര് വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ സാധാരണ ഇത്തരത്തിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഒരു ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞാൽ വാർഡൻ എന്താണ് ചെയ്യുക? നേരെ പോലീസിനെ വിവരം അറിയിക്കണം. കാരണം ഇത്തിരി സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ തന്നെയാണല്ലോ. അതായത് ഒരു ഹിഡൻ ക്യാമറ കേസും കാര്യങ്ങളൊക്കെയാണ്. എത്ര പെൺകുട്ടികളുടെ എന്താ പറയുക രഹസ്യമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്തു പോയിട്ടുണ്ട് എന്നുള്ളത് പറയാനായിട്ട് സാധിക്കില്ലല്ലോ. എന്നാൽ ഈ ഒരു സരിത ഇത് രഹസ്യമാക്കി വെക്കുകയാണ്. അതായത് ടാറ്റയുടെ പേര് കളയണ്ട, അതേപോലെ തന്നെ തൻ്റെ പണിയും കളയണ്ട എന്നുള്ളൊരു മൈൻഡായിരുന്നു അവർക്ക് ഉണ്ടായത്. അവർ ഈ പെൺകുട്ടികളുടെ അടുത്ത് പറഞ്ഞു, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ക്യാമറയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചല്ലോ, എന്തായാലും വീഡിയോസും കാര്യങ്ങളൊന്നും പുറത്ത് പോയിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു ക്യാമറ വെച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുൻപ് കുളിച്ചവരാരും തന്നെ ഈ ഒരു ക്യാമറയും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പുറത്തൊന്നും സംസാരിക്കേണ്ട, ഇത് ബാക്കി ഞാൻ ഡീൽ ചെയ്തോളാം, ഇനി എന്തായാലും ഇങ്ങനെയുള്ളൊരു ഇഷ്യൂ ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം എന്നുള്ളൊരു കാര്യം ആ ഒരു സ്ത്രീ ബാക്കിയുള്ള പെൺകുട്ടികളുടെ അടുത്ത് പറയാണ്. എന്നാൽ പെൺകുട്ടികൾക്ക് ഇതങ്ങനെ എന്താ പറയുക പെട്ടെന്നുകൊണ്ട് തന്നെ ഒതുക്കി വെക്കാനായിട്ട് സാധിക്കുന്നൊരു കാര്യമായിരുന്നില്ലല്ലോ. അവരുടെ പ്രൈവസിയുടെ മാറ്റർ അല്ലേ. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യായിരുന്നു. അതായത് നമുക്കറിയാം അങ്ങനെയുള്ള ഒരു റെസിഡൻസി ആകുമ്പോൾ ഓരോ ടവറിനും ഓരോ ഗ്രൂപ്പ് ഉണ്ടാവും, പിന്നെ ഇവരുടെ കോമൺ ഗ്രൂപ്പ് ഉണ്ടാവും. അങ്ങനെ ഈ കംപ്ലീറ്റ് ഗ്രൂപ്പുകളിൽ ഇതായി ചർച്ച. അതായത് രാവിലെ താൻ ഇതേപോലെ തന്നെ കുളിക്കാൻ കയറുന്ന ടൈമിൽ ഒരു ക്യാമറ കണ്ടെന്നും അതിനുശേഷം ഇതേപോലെ തന്നെ എന്താ പറയുക ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായെന്നുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നു. അന്നത്തെ ദിവസം മുഴുവൻ ഇവർ സംസാരിച്ചിരുന്നത് ആ ഒരു ക്യാമറയെ കുറിച്ച് തന്നെയായിരുന്നു. ഇനി എവിടെയൊക്കെ ക്യാമറ ഉണ്ട്, എത്ര ടോയ്ലറ്റിലുണ്ട്, എത്ര ബെഡ്റൂമിലുണ്ടെന്നുള്ളതൊന്നും നമുക്കറിയില്ല, നമുക്ക് എന്തൊരു സെക്യൂരിറ്റി ആണുള്ളതെന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയുടെ ഉള്ളിൽ വരികയാണ്. അങ്ങനെ ഇവർ പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അന്നത്തെ ദിവസം വൈകുന്നേരം ഇതേപോലെ തന്നെ ഷിഫ്റ്റ് കഴിഞ്ഞു വന്നിട്ടുള്ള പെൺകുട്ടികൾ ആ ഒരു വിഡിയൽ റെസിഡൻസിയുടെ അകത്തോട്ട് കയറിയില്ല. 1000-ലേറെ സ്ത്രീകൾ ആ ഒരു റെസിഡൻസിൻ്റെ പുറത്തിരിക്കുകയാണ്. അവർ അവിടെ ഇരുന്നിങ്ങേറ്റ് പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതിന് ഞങ്ങൾക്കൊരു ഉത്തരം വേണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവർ സമരം ചെയ്തത്. കാര്യം അത് ഇത്തിരി ഗ്രാമാന്തരീക്ഷവും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ആളുകളുണ്ടല്ലോ, അപ്പോൾ വില്ലേജേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് അറിയാണ്. അവർ അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഇഷ്യൂ വേറെ രീതിയിലൊക്കെ ആയി. അതായത്
അവിടെ നിന്ന് ഇതേപോലെ തന്നെ ക്യാമറകളും കാര്യങ്ങളൊക്കെ കിട്ടി, പെൺകുട്ടികളുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ലീക്കായി എന്നുള്ളൊരു തരത്തിലൊക്കെ ന്യൂസ് പടരുകയാണ്. ഉടനെ തന്നെ എന്താ പറയുക, മീഡിയയും പോലീസും ഒക്കെ അങ്ങോട്ട് എത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. സമരം ചെയ്ത പെൺകുട്ടികൾ ചോദിച്ചുകൊണ്ടിരുന്നിരുന്നത് ഇതായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ 4th ബ്ലോക്കിൽ ഒരു ബാത്റൂമിലാണ് ഒരു ക്യാമറ കണ്ടത്, അതേപോലെ തന്നെ ഒരു റൂമിലാണ് ഒരു ക്യാമറ കണ്ടത്. എന്നാൽ ഇതേപോലെ എത്ര ക്യാമറ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം കിട്ടാതെ അതിൻ്റെ ഉള്ളിൽ കയറില്ല എന്നുള്ളൊരു തരത്തിൽ പറഞ്ഞുകൊണ്ടായിരുന്നു അവർ സമരം ചെയ്യുന്നുണ്ടായിരുന്നത്. എന്തായാലും പോലീസുകാരവിടെ എത്തി ഈ ഒരു വാർഡനെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പോൾ വാർഡന് അന്ന് സംഭവിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇതേപോലെ തന്നെ ഒരു പെൺകുട്ടി വന്നിങ്ങേറ്റ് ഒരു ക്യാമറയും കൊണ്ട് വന്നെന്നും ടോയ്ലറ്റിലൊരു ക്യാമറ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ആ ഒരു ക്യാമറ കളഞ്ഞു എന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ CCTV വിഷ്വൽ നോക്കി ഇപ്പോൾ നീലുകുമാരി എന്ന് പറയുന്ന വേറൊരു പെൺകുട്ടി അങ്ങോട്ട് പോകുന്നതും അതേപോലെ തന്നെ അവിടെ നിന്ന് വരുന്നതുമായിട്ടുള്ള വിഷ്വലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നീലുകുമാരിനാണ് എല്ലാവർക്കും സംശയം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ പോലീസിൻ്റെ അടുത്ത് പറയുകയായിരുന്നു. അങ്ങനെ അടുത്തതായിട്ട് പോലീസുകാർ ഈ ഒരു നീലുകുമാരിയെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. ഈ ഒരു ക്വസ്റ്റ്യനിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങി നീലുകുമാരിയുടെ കരച്ചിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു പെൺകുട്ടിയല്ലേ, എന്തിന് ഞാനിങ്ങനെയുള്ള ഒരു ക്യാമറ വെക്കണം എന്നുള്ളതായി ഈ ഒരു പെൺകുട്ടിയുടെ ചോദ്യം. അങ്ങനെ അവിടെ ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ ഇപ്പുറത്ത് നോക്കാൻ നടന്നിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾ ആരും തന്നെ ഹോസ്റ്റലിലോട്ട് കയറുന്നില്ല. അവരുടെ പ്രൈവസി വേണമെന്നുള്ള ആ ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അങ്ങനെ പോലീസുകാർ അടുത്ത ഒരു സ്റ്റെപ്പ് എടുക്കുകയാണ്. സേലം, ഹൊസൂര്, കൃഷ്ണഗിരി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും 100ലേറെ ലേഡി പോലീസ് ഓഫീസേഴ്സ് ആയിരുന്നു അങ്ങോട്ട് എത്തിയത്. അവർ അവിടെ ഫുള്ള് പരിശോധിക്കാനുള്ള ഫുൾ എക്യുപ്മെൻസും ഉണ്ടായിരുന്നു വന്നത്. അതായത് മെറ്റൽ ഡിറ്റക്ടറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. എന്നിട്ട് അവർ ഓരോ ടവറിൽ, ഓരോ റൂമിലും, ഓരോ ബാത്റൂമിലും കയറിയിട്ട് ഫുള്ള് പരിശോധിച്ചു. അങ്ങനെ ഫുള്ള് പരിശോധിച്ചിട്ട് യാതൊരു ക്യാമറയില്ല എന്നുള്ള കാര്യം അവർ ഉറപ്പ് കൊടുക്കുകയായിരുന്നു. അതിനുശേഷം മാത്രമാണ് ഈ പെൺകുട്ടികൾ റൂമിലോട്ട് കയറാനായിട്ട് തയ്യാറായത്. എന്നാൽ അതിനു മുൻപ് ഈ ഒരു ക്യാമറ വെച്ച ആൾക്കെതിരെ ആക്ഷൻ എടുക്കണം എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും FIR കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും നീലുകുമാരിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതെന്നുള്ളൊരു ഉറപ്പുകൂടെ കിട്ടിയതിന് ശേഷമാണ് കേട്ടോ അവർ നേരെ റൂമിലോട്ട് കയറിയത്. അങ്ങനെ ഇവർ നീലുകുമാരിയെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങി. നീലുകുമാരി ആദ്യം പറഞ്ഞതുപോലെ തന്നെ എനിക്കും ഈ ഒരു ക്യാമറക്കും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് തന്നെയായിരുന്നു റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചോദ്യം ചെയ്യൽ താങ്ങാൻ പറ്റാതെ ലാസ്റ്റ് നീലുകുമാരി താൻ തന്നെയാണ് അത്തരത്തിലുള്ള ക്യാമറ വെച്ചതെന്നുള്ളത് സമ്മതിക്കുകയായിരുന്നു. ആകെപ്പാടെ 2 ക്യാമറ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഒരെണ്ണം ബാത്റൂമിലും ഒരെണ്ണം റൂമിലുമാണ് വെച്ചിട്ടുണ്ടായിരുന്നതെന്നും 2 ക്യാമറയും അവർ കണ്ടെത്തിയെന്നും പോലീസിൻ്റെ അടുത്ത് ആ ഒരു പെൺകുട്ടി പറയുകയായിരുന്നു. അപ്പോൾ എന്തിനാണ് ഈ ഒരു ക്യാമറ വെച്ചത് എന്നുള്ള കാര്യം പോലീസുകാർ ചോദിച്ചപ്പോൾ ഈ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ബോയ് ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ക്യാമറ വെച്ചത്, എന്തിനാണെന്നുള്ളത് എനിക്ക് അറിയില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ ആരാണ് ബോയ് ഫ്രണ്ട് എന്ന് ചോദിച്ചപ്പോൾ സന്തോഷ് കുമാർ എന്നാണ് ആളുടെ പേരെന്നും ബാംഗ്ലൂർ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ആൾ വർക്ക് ചെയ്യുന്നതെന്നുമാണ് പോലീസിൻ്റെ അടുത്ത് ഇവർ പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ മാസം 19-ാം തീയതി ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീക്കെൻഡ്സിൽ ഇവർ മീറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അതായത് ഈ പെൺകുട്ടി നേരെ ബാംഗ്ലൂരോട്ട് പോകും, അവരെവിടെയെങ്കിലും റൂമൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ടൈമും കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഈ പെൺകുട്ടി വീക്കെൻഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ച് നേരെ ഹൊസൂരോട്ട് വരും. ഇതൊക്കെയായിരുന്നു ഇവരുടെ ഒരു റൊട്ടീൻ. അങ്ങനെ കഴിഞ്ഞ 19-ാം തീയതി ബാംഗ്ലൂർ പോകുന്ന സമയത്താണ് ഈ പെൺകുട്ടിക്ക് ഇയാൾ ഈ ക്യാമറകളും കാര്യങ്ങളൊക്കെ കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു, നീ എന്തായാലും ഇതിലൊരു ക്യാമറ നിൻ്റെ ബാത്റൂമിൽ വെക്ക്, അതേപോലെ തന്നെ ഒരെണ്ണം നേരെ നിൻ്റെ റൂമിൽ വെക്ക്, ഡ്രസ്സൊക്കെ മാറുന്നത് കിട്ടുന്ന രീതിയിൽ വെക്കണം, അതേപോലെ തന്നെ മറ്റേ കുളിക്കുന്നത് കിട്ടുന്ന രീതിയിലായിരിക്കണം ക്യാമറ ബാത്റൂമിൽ വെക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഫുട്ടേജുകൾ കാര്യങ്ങളുകൊണ്ട് എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്. അപ്പോൾ നിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഇതിൽ എന്തായാലും റെക്കോർഡാവും, പക്ഷേ അത് ഞാൻ നോക്കിക്കോളാം, എന്തായാലും ഞാൻ കാണുന്നതുകൊണ്ട് നിനക്ക് കുഴപ്പമില്ലല്ലോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അയാൾ ചോദിക്കുകയാണ്. അപ്പോൾ അവസാനം ആ ഒരു പെൺകുട്ടി എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ, നീ കൂടുതൽ കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് പറയണ്ട, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി എന്നുള്ളതായിരുന്നു ഇയാളുടെ മറുപടി. അവസാനം ഈ ഒരു ബോയ് ഫ്രണ്ട് പറഞ്ഞത് കേൾക്കാൻ തന്നെ ഈ ഒരു പെൺകുട്ടി തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് ബോയ് ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ആ 2 ക്യാമറയും വാങ്ങിയിട്ട് തിരിച്ച് ഹൊസൂരോട്ട് വരുന്നതും അതേപോലെ തന്നെ അവരുടെ ബാത്റൂമിലും അതേപോലെ ആ ഒരു ബെഡ്റൂമിലും ഈ ക്യാമറ ഒളിപ്പിച്ചു വെക്കുന്നതും. അടുത്തതായിട്ട് എന്നാണ് ഈ ഒരു ക്യാമറ വെച്ചതെന്നുള്ളതായി പോലീസിന്റെ ചോദ്യം. അപ്പോൾ നീലുകുമാരി നവംബർ 1-ാം തീയതി ആയിരുന്നു ഈ ക്യാമറ അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2-ാം തീയതി തന്നെ ബാക്കിയുള്ള പെൺകുട്ടികൾ ഈ ഒരു ക്യാമറ കണ്ടെത്തുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ആയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം നോക്കുമ്പോൾ ഈ ഒരു ക്യാമറയ്ക്ക് ഇൻ്റർനെറ്റ് കണക്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ക്ലൗഡിലോട്ട് അപ്ലോഡ് ആവുന്ന പരിപാടി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ആ ഒരു ക്യാമറയിൽ തന്നെ റെക്കോർഡാവും. എന്നിട്ട് എന്താ പറയുക, അതിൻ്റെ ഉള്ളിലുള്ള മെമ്മറി കാർഡ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെയായിരുന്നു ആ ഒരു ക്യാമറ. അത്തരത്തിലുള്ള ഒരു ക്യാമറ ആയിരുന്നു അത്. അപ്പോൾ തന്നെ പോലീസിന് പകുതി ആശ്വാസമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണെങ്കിലും ഈ പെൺകുട്ടികളുടെ വീഡിയോസും കാര്യങ്ങളൊന്നും ലീക്കായിട്ടില്ല, പുറത്തോട്ട് പോയിട്ടില്ല എന്നുള്ളൊരു ആശ്വാസം പോലീസിന് ഉണ്ടാവുകയാണ്. അങ്ങനെ അടുത്തതായിട്ട് ആരാണ് സന്തോഷ് കുമാർ എന്നുള്ളതിനെ കുറിച്ചായി പോലീസിന്റെ അന്വേഷണം. അപ്പോൾ ഒറീസ സ്വദേശി തന്നെയാണ് ഈ ഒരു സന്തോഷ് കുമാർ. ഈ സന്തോഷ് കുമാറിൻ്റെയും അതുപോലെ തന്നെ നീലുകുമാരിയുടെയും വീടിൻ്റെ ഒക്കെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ഒരേ ഏരിയയിൽ നിന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്.
പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഒരു സന്തോഷ് കുമാർ ബാംഗ്ലൂർ വന്നിങ്ങായിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അതിന് ശേഷമാണ് നീലുകുമാരിക്ക് ഹൊസൂർ ജോലി കിട്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നത്. പോലീസുകാരങ്ങനെ സന്തോഷ് കുമാറിനെ ട്രാക്ക് ചെയ്യാണ്. ആൾ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് ബാംഗ്ലൂർ പോലീസിന്റെ സഹായത്തോട് കൂടിയിട്ട് ആളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇയാളിപ്പോൾ ആകെപ്പാടെ ഷോക്കായിട്ട് പോലീസിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ കാര്യമൊക്കെ മറ്റു ചോദിച്ചപ്പോൾ, എന്ത് ക്യാമറ സാറേ, ഞാൻ അത്തരത്തിലുള്ള ഒരാളൊന്നും അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇയാൾ കിടന്ന് കരയായിരുന്നു. അപ്പോൾ പോലീസ് നോക്കുമ്പോൾ കുറ്റം ചെയ്ത ഒരാളുടെ ഒരു റിയാക്ഷൻ അല്ല ഇയാളുടെ മുഖത്ത് നിന്നുള്ളത്. ഇയാൾ ഫുള്ള് കരച്ചിലായിരുന്നു, ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല, ഞാൻ ആർക്കും ക്യാമറ കൊടുത്തിട്ടില്ല, ഞാൻ എവിടെയും ക്യാമറ വെച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. എന്നാൽ പോലീസ് അത് വിശ്വസിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. ഇയാളെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാണ്. പല തരത്തിൽ ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടും ഇയാൾക്ക് തിരിച്ചൊന്നും പറയാനുണ്ടായിരുന്നില്ല. അവസാനം ഇയാൾ പറയുന്നതാണോ സത്യം എന്നുള്ളൊരു നിലയിലോട്ട് പോലീസുകാരെത്തുകയാണ്. അങ്ങനെ അടുത്തതായിട്ട് പോലീസുകാർ ഈ ഒരു നീലുകുമാരനെ അറിയോ എന്നുള്ള കാര്യമാണ് ചോദിച്ചത്. അപ്പോൾ സന്തോഷ് പറഞ്ഞു, ഞാൻ പ്രണയിക്കുന്ന പെൺകുട്ടിയാണെന്നുള്ളത്. എന്നാൽ വേറൊരു കാര്യം കൂടെ ഇയാൾ അതിൻ്റെ ഒപ്പം കൂട്ടിച്ചേർക്കുകയായിരുന്നു. അതൊരു വൺ സൈഡ് ലവ് ആണെന്നുള്ളതായിരുന്നു ആ കാര്യം. യെസ്, ഇയാൾക്ക് ആ ഒരു പെൺകുട്ടിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ആത്മാർത്ഥമായിട്ട് ഇയാൾ പ്രണയിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു പെൺകുട്ടി ഒരിക്കലും ഇയാളുടെ പ്രണയം പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു ഫോണിൽ വിളിക്കാറുണ്ടായിരുന്നു, സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പെൺകുട്ടി എന്താ പറയുക, ഇഷ്ടമാണെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സാരം. അടുത്തതായിട്ട് പോലീസുകാർ ഇയാളോട് ചോദിച്ചത്, കഴിഞ്ഞ ഒക്ടോബർ 19 നീ എവിടെയായിരുന്നു, അന്ന് നീലുവിനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു. എന്നാൽ ഈ ഒരു സന്തോഷ് പറഞ്ഞു, കഴിഞ്ഞ ഒക്ടോബർ 19 ഞാൻ ബാംഗ്ലൂർ തന്നെ ഉണ്ടായിരുന്നില്ല, ഞാൻ നാട്ടിൽ പോയേക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാർ സൈബർ ടീമിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഇയാളുടെ ഫോൺ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ആ ഒരു ടൈമിൽ ഇയാൾ എവിടെയായിരുന്നു എന്നുള്ളത് ട്രാക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇയാൾ പറഞ്ഞ സത്യമാണെന്ന് പോലീസിന് മനസ്സിലാവാണ്. ആള് ആ ഒരു ടൈമിൽ ആളുടെ നാട്ടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇടയ്ക്കൊക്കെയാണ് ഇയാൾ നീലുകുമാരിയെ വിളിക്കുന്നുണ്ടായിരുന്നത്. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ബേസിസിൽ മണിക്കൂറുകളോളം കമിതാക്കൾ സംസാരിക്കുന്നത് പോലെയൊന്നും ഇവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇയാൾക്കും ഈ ഒരു ക്രൈമിനും തമ്മിലൊരു പങ്കില്ല എന്നുള്ളൊരു നിഗമനത്തിലോട്ട് പോലീസുകാർ എത്തുകയാണ്. യെസ്, നീലുകുമാരിനെ പ്രപ്പോസ് ചെയ്തു എന്നുള്ളൊരു തെറ്റ് മാത്രമേ ആ ഒരു പയ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു നീലുകുമാരി പറയുന്നത് നുണയാണെന്നുള്ള കാര്യം പോലീസുകാർ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇയാളെ വെറുതെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ഡ്രാമ കളിച്ചതെന്നുള്ളതും പോലീസിന് മനസ്സിലായി. അങ്ങനെ അടുത്തതായിട്ട് നീലുകുമാരിയുടെ ഫോൺ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ആ ഒരു പെൺകുട്ടി പറഞ്ഞതുപോലെ തന്നെ ഒക്ടോബർ 19 ബാംഗ്ലൂർ വന്നിട്ടുണ്ടായിരുന്നെന്നും അതേപോലെ ഒരു ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ടായിരുന്നെന്നും പോലീസിന് മനസ്സിലാവുകയാണ്. പിന്നെ ആ ഒരു പെൺകുട്ടിയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കോൾ ലോഗ്സും വാട്സപ്പിലത്തെ മെസ്സേജും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. എന്നാലും സൈബർ ഡിപ്പാർട്ട്മെന്റിന് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ കോൾ ലോഗ്സൊക്കെ കിട്ടുന്നതിന്. അങ്ങനെ ആ പെൺകുട്ടിയുടെ കോൾ ലോഗ്സും കാര്യങ്ങളൊക്കെ പോലീസുകാരെ എടുക്കുകയാണ്. അപ്പോൾ ഒരു നമ്പറിലോട്ട് സ്ഥിരമായിട്ട് ഈ ഒരു പെൺകുട്ടി വിളിച്ചിരുന്നതായിട്ട് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അവസാനമായിട്ട് ആ ഒരു നമ്പറിലോട്ട് ഈ പെൺകുട്ടി കോൾ ചെയ്തത് എപ്പോഴാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാർഡൻ ഈ പെൺകുട്ടിനെ പിടിച്ചില്ലേ അതിനുശേഷമാണ്. അതിനുശേഷം ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഒരു കോള് പോയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു കോള് കട്ടായിട്ടുണ്ട്. അതിനുശേഷം പോലീസുകാർ ഈ ഒരു നമ്പറിലോട്ട് ട്രൈ ചെയ്യാണ്. ആ ഒരു നമ്പർ സ്വിച്ച് ഓഫ് ആയിരുന്നു. പോലീസുകാർ പിന്നെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയപ്പോൾ ആ ഒരു ഫോൺ ആ സമയത്ത് കട്ടായതാണ്. അതായത് ഈ പെൺകുട്ടിനായിട്ട് സംസാരിച്ചതിന് ശേഷം പിന്നെ ആ ഒരു ഫോൺ സ്വിച്ച് ഓണേ ആയിട്ടില്ല. അടുത്തതായിട്ട് പോലീസുകാർ ആ ഒരു നമ്പറിന്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് നോൺ ലൊക്കേഷൻ കാണിക്കുന്നത് പഞ്ചാബാണ്. അപ്പോൾ ഈ ഒരു കേസ് എവിടെ നിന്ന് തുടങ്ങി എവിടെ എത്തി എന്നുള്ളത് നോക്കണം. അതായത് തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങി അതിനുശേഷം ഇത് കർണാടകയിലോട്ട് പോയി, അതിനുശേഷം ഇത് ഒറീസയിലോട്ട് പോയി, അതിനുശേഷം എന്താ പറയുക പഞ്ചാബ് വരെ എത്തി നിൽക്കുകയാണ്. പഞ്ചാബിലെ രവി പ്രതാപ് സിംഗ് എന്ന് പറയുന്ന ഒരാളുടെ പേരിലായിരുന്നു ആ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നത്. അങ്ങനെ തമിഴ്നാട് പോലീസ് നേരെ പഞ്ചാബ് പോലീസിനെ കോൺടാക്ട് ചെയ്യാണ്. ഇത്തരത്തിലുള്ള കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അയാളെ കസ്റ്റഡിയിൽ എടുക്കാനായിട്ടുള്ള റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ ഇവിടുന്ന് ഒരു സ്പെഷ്യൽ ടീം നേരെ പഞ്ചാബിലോട്ട് പോവുകയാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം പഞ്ചാബ് പോലീസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് അയാളെ അവിടെ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ഇതിൻ്റെ പാരലായിട്ട് നീലുകുമാരിൻ്റെ അടുത്ത് പോലീസുകാർ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. നിൻ്റെ കാമുകൻ സന്തോഷമല്ല, ഈ രവി പ്രതാപ് സിംഗ് ആണെന്നുള്ളത് ഞങ്ങൾക്കറിയാം, നീ ഇനി കൂടുതൽ കഥയൊന്നും പറയണ്ട എന്നുള്ളത് ഈ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ആകെപ്പാടെ ഷോക്കായി പോയി. അതുപോലെ തന്നെ പോലീസുകാർ രവി പ്രതാപ് സിംഗിനെ പിടിക്കാൻ പോയിട്ടുണ്ടെന്നും വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു പയ്യനും ഇങ്ങോട്ട് എത്തും എന്നുള്ളത് കൂടെ ഈ പെൺകുട്ടിയുടെ അടുത്ത് പറയുകയാണ്. അപ്പോൾ താൻ പൂർണ്ണമായിട്ടും പെട്ടു എന്ന് മനസ്സിലാക്കിയ ഒരു പെൺകുട്ടി ലാസ്റ്റ് നടന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് പോലീസിന്റെ അടുത്ത് പറയാനായിട്ട് തുടങ്ങി. ഒറീസയിലുള്ള നീലുകുമാരിയും പഞ്ചാബിലുള്ള രവി പ്രതാപും പരിചയപ്പെടുന്നത് സോഷ്യൽ മീഡിയ ത്രൂ ആണ്. അങ്ങനെ അവർ ചാറ്റ് ചെയ്തു, മെസ്സേജ് ചെയ്തു, അതിനുശേഷം ഫോൺ നമ്പറും കാര്യങ്ങളും എക്സ്ചേഞ്ച് ചെയ്തു. പിന്നെ ഫോൺ വിളിക്കലായി, പിന്നെ വീഡിയോ കോൾ ചെയ്യലായി, പതിയെ പതിയെ ആ ഒരു സൗഹൃദം ഒരു പ്രണയമായിട്ട് മാറുകയായിരുന്നു. കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് ഇവർ രണ്ടുപേരും തമ്മിൽ നല്ല പ്രണയത്തിലാണ്. ഈ രവിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ജോലി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
ചെറിയ ചെറിയ അതും പരിപാടികളൊക്കെ ചെയ്ത് തട്ടിയും മുട്ടിയായിരുന്നു ആൾ ജീവിച്ചു പോയിരുന്നത്. എന്നാൽ പ്രണയിച്ചു തുടങ്ങിയ ആ ഒരു സമയത്ത് നീലുകുമാരിക്ക് അതൊന്നും വലിയ ഇഷ്യൂ ആയിട്ടൊന്നും തോന്നിയില്ല. അങ്ങനെ അവരുടെ പ്രണയവും കാര്യങ്ങളൊക്കെ നല്ല നൈസായിട്ട് ഇങ്ങനെ സ്മൂത്തായിട്ട് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പോവായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു 2-2.5 വർഷങ്ങൾക്ക് മുൻപ് സന്തോഷ് എന്ന് പറയുന്ന ഒറീസയിൽ അതേ ഏരിയയിൽ തന്നെയുള്ള ഒരു പയ്യൻ ഈ പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രപ്പോസൽ വരുമ്പോൾ സാധാരണഗതിയിൽ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് ഓൾറെഡി ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തായാലും നമ്മളുടെ ഒരു റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവില്ല, സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒഴിവാക്കണം. എന്നാൽ ഈ നീലുകുമാരി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പയ്യനെ എൻ്റർടൈൻ ചെയ്യായിരുന്നു. അതായത് ഒരിക്കലും ആ ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തില്ല, എന്നാൽ പൂർണ്ണമായിട്ട് നോ എന്ന് പറഞ്ഞുമില്ല. അപ്പോൾ ഈ ഒരു പയ്യന് ഒരു ഹോപ്പ് ഉണ്ടാവുകയാണ്. അങ്ങനെ ഈ ഒരു പയ്യൻ ഇടക്കിടക്ക് ഇതേപോലെ തന്നെ ഈ ഒരു പെൺകുട്ടിനെ വിളിക്കുമ്പോൾ ഈ പെൺകുട്ടി ഫോൺ എടുത്ത് സംസാരിക്കും. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ തൻ്റെ പ്രണയം മനസ്സിലാക്കും എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഈ ഒരു സന്തോഷം ഉണ്ടായിരുന്നത്. എന്നാൽ അപ്പുറത്തെ സൈഡിൽ രവി പ്രതാപ് ഉണ്ടെന്നുള്ളൊരു കാര്യം ഈ സന്തോഷിന് അറിയില്ലായിരുന്നു. അങ്ങനെ 1-2 വർഷമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പെൺകുട്ടിക്ക് ഒരു ജോലി ലഭിക്കുകയാണ്. ഹൊസൂരുള്ള ടാറ്റയുടെ ഫാക്ടറിയിലായിരുന്നു ആ പെൺകുട്ടിക്ക് ജോലി ലഭിച്ചത്. ജോലി കിട്ടി നേരെ തന്നെ ആ ഒരു പെൺകുട്ടി അങ്ങോട്ട് എത്തുകയാണ്. അപ്പോൾ ഈ ഒരു സന്തോഷിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾ ഓൾറെഡി ബാംഗ്ലൂരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ നീലുകുമാരി സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ അവർ വീട്ടിലോട്ട് അയച്ചു കൊടുക്കും, കുറച്ച് പൈസ അവരവരുടെ കാമുകന് അയച്ചു കൊടുക്കും, പിന്നെ ബാക്കിയുള്ള പൈസ അവരവരുടെ ചിലവിനായിട്ട് വെക്കും. ഈ കാമുകനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പൈസയും പ്രതീക്ഷിച്ചായിരുന്നു നിന്നിരുന്നത്. ആളുടെ കാര്യങ്ങളൊക്കെ ആ ഒരു പൈസ കൊണ്ട് തട്ടിമുട്ടി ആൾ നീക്കിയിരുന്നു. പിന്നെ ആൾ ചെറിയ തട്ടുകിട പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ ചെയ്തിരുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഈ പെൺകുട്ടിയുടെ ഫണ്ട് വരുമ്പോൾ തന്നെ ആൾ പഞ്ചാബിൽ നിന്ന് ഒരു ട്രെയിൻ പിടിച്ചിങ്ങേറ്റ് നേരെ ബാംഗ്ലൂരോട്ട് വരും. ഈ പെൺകുട്ടി വീക്കെൻഡ് ടൈമിൽ നേരെ ബാംഗ്ലൂരോട്ട് എത്തും. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ എവിടെയെങ്കിലും റൂം എടുത്തിട്ട് അവരുടെ ടൈമും കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യും. ഇങ്ങനെയായിരുന്നു ഇവരുടെ ഒരു ലൈഫും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. ഇതുവരെ നോക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. സാധാരണ കമിതാക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഇവരും ചെയ്യുന്നുള്ളൂ. സ്മൂത്തായിട്ടാണ് അവരുടെ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ പോകുന്നത്. എന്നാൽ ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രവി പ്രതാപ് സിംഗ് ഇടയ്ക്കിടയ്ക്ക് തൻ്റെ കയ്യിൽ കാശില്ല, തനിക്ക് നല്ലൊരു ജോലി ഇല്ല, എൻ്റെ കയ്യിൽ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ വാങ്ങി തന്നാനേ, നമുക്ക് അവിടെ കൂടെ ട്രിപ്പ് പോകുമായിരുന്നു, അത് ചെയ്യായിരുന്നു, ഇത് ചെയ്യായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ഒരു പെൺകുട്ടിയും കൂടുതലായിട്ട് ചിന്തിക്കുകയാണ്, ഓക്കെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്ന സാലറി കൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് ഇപ്പോൾ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, ഇടയ്ക്ക് റൂം എടുക്കുക, അതേപോലെ തന്നെ ഫുഡ് അടിക്കുക, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളൂ. അതിനെൻ്റെ സാലറി മതിയാവും. എന്നാൽ നാളെ നമ്മൾ കല്യാണം കഴിഞ്ഞ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് ജീവിക്കുകയെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു പൈസ കൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല. സോ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയായി ഇവരുടെ ഉള്ളിൽ. അങ്ങനെ ഈ ഒരു പെൺകുട്ടി ആലോചിക്കുകയാണ് എങ്ങനെ വേഗം പൈസ ഉണ്ടാക്കാന്നുള്ളത്. അങ്ങനെയാണ് ഈ പെൺകുട്ടിയുടെ മൈൻഡിൽ ഒരു ഐഡിയ വരുന്നത്. അതും ഒരു വൃത്തികെട്ടൊരു ഐഡിയ ആയിരുന്നു കേട്ടോ ആ പെൺകുട്ടിയുടെ തലയിൽ വന്നത്. ആ പെൺകുട്ടി രവി പ്രതാപിനോട് പറഞ്ഞു, നീ ഞാൻ പറയുന്നത് പോലെ ഓൺലൈനിൽ നിന്ന് 2 ഹിഡൻ ക്യാമറ വാങ്ങും, എന്നിട്ട് നമ്മൾ അടുത്ത ഒക്ടോബർ 19 മീറ്റ് ചെയ്യുമല്ലോ, അപ്പോൾ ആ ക്യാമറയും കൊണ്ടുപോവാ, എന്നിട്ട് ആ ഒരു ക്യാമറ എനിക്ക് തായോ, ഞാൻ എന്നിട്ട് അത് നമ്മളിവിടുത്തെ കോമൺ ടോയ്ലറ്റിലും അതേപോലെ തന്നെ എൻ്റെ റൂമിലൊക്കെ വെക്കാം. എന്നിട്ട് എന്താ പറയുക, അവിടെ ആരെങ്കിലും കുളിക്കാൻ വരുമ്പോൾ ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ, അല്ലാന്നുണ്ടെങ്കിൽ റൂമിൽ ഡ്രസ്സ് മാറുമ്പോൾ അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ അതിൽ റെക്കോർഡാവുമല്ലോ. എന്നിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം നമ്മൾ കാണുമ്പോൾ ഈ ക്യാമറയും കൊണ്ടുവരാം, എന്നിട്ട് നീ ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്തിട്ട് അവരുടെ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യണം. അവരുടെ പേരും നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ തരാം. അപ്പോൾ നീ ജസ്റ്റ് അതിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്തിട്ട് അവരെ ഭീഷണിപ്പെടുത്തിയാൽ മതി. ഒരു സാലറി കിട്ടുന്ന ആ ഒരു ടൈമിലൊക്കെ നമ്മൾ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ സാലറി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കുറച്ച് നാൾ ഈ ഒരു പരിപാടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ഫണ്ട് ഉണ്ടാക്കാം, പിന്നെ ഇതൊക്കെ നിർത്താം എന്നുള്ളതായിരുന്നു ആ ഒരു പെൺകുട്ടി പറഞ്ഞ പ്ലാൻ. ഈ ഒരു പ്ലാൻ കേട്ടപ്പോൾ രവി പ്രതാപ് സിംഗിനും ഓക്കെ ആയിരുന്നു. ഓക്കെ നമുക്കിങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ പറഞ്ഞുറപ്പിച്ച പ്രകാരം ഈ പെൺകുട്ടി പൈസ അയച്ചു കൊടുക്കുകയാണ്. ആ ഒരു പൈസ ഉപയോഗിച്ചിട്ട് ഈ പയ്യൻ നേരെ 2 ഹിഡൻ ക്യാമറയും കാര്യങ്ങളൊക്കെ വാങ്ങി. ഒക്ടോബർ 19 ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്ത ടൈമിൽ ഈ ക്യാമറ ഒക്കെ ഈ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുത്തു. അങ്ങനെ ഈ ഒരു ക്യാമറയും കൊണ്ട് പെൺകുട്ടി നേരെ എന്താ പറയുക ഹോസ്റ്റലിലോട്ട് വരികയായിരുന്നു. പിന്നീടാണ് നവംബർ 1 ഇങ്ങനെയുള്ളൊരു ക്യാമറ അവിടെ ഫിക്സ് ചെയ്യുന്നതും 2-ാം തീയതി തന്നെ വേറെ പെൺകുട്ടി ഇത് കാണുന്നതും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നതും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൈവറ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് ഇതേപോലെ പെൺകുട്ടികൾക്ക് അയച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ അവരൊരിക്കലും പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യില്ല എന്നുള്ളതായിരുന്നു നീലുകുമാരിയുടെ ഒരു ചിന്ത. അതായത് അങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൻ്റെ പ്രൈവറ്റ് വീഡിയോ ലീക്ക് ആയിട്ടുണ്ടെങ്കിലോ എന്നുള്ളൊരു പേടിയുള്ളത് കാരണം അവർ കംപ്ലൈൻറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയില്ല. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് കാശടിക്കുക എന്നുള്ളതൊക്കെ തന്നെയായിരുന്നു പ്ലാൻ. എന്തൊക്കെയാണെങ്കിലും ഇതേപോലെ തന്നെ ക്യാമറ കണ്ടെത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ CCTVയിൽ ആ പെൺകുട്ടി ക്യാമറ എടുക്കാൻ പോകുന്നതും അതേപോലെ തന്നെ തിരിച്ചു വരുന്നതിൻ്റെ വിഷ്വലൊക്കെ പതിഞ്ഞപ്പോൾ അവസാനം എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നീലുകുമാരി പെടുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായത്.
അങ്ങനെ ഈ ഒരു ക്യാമറയുടെ കാര്യം പറഞ്ഞിട്ട് വാർഡൻ വിളിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഈ നീലു എസ്കേപ്പ് ആയി. അതിനുശേഷം ഉടനെ തന്നെ ഈ രവി പ്രതാപിനെ വിളിക്കുകയാണ്. എടാ ഞാൻ പെട്ടു, ഈ ക്യാമറ അവർ കണ്ടുപിടിച്ച് ആകെ ഒരു ദിവസം വെച്ചിട്ടുള്ളൂ. അതായത് നമ്മളൊരു 3-4 ദിവസം വെക്കാനായിരുന്നല്ലോ പ്ലാൻ ചെയ്തത്. വെച്ച് അന്ന് തന്നെ പെട്ട്. എന്താണ് സംഭവിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. ഇനിയിപ്പോൾ അവർ പോലീസിൻ്റെ അടുത്തൊക്കെ പോകുമെന്ന് പറയുന്നുണ്ട്. ഞാൻ പെടുമെന്നാണ് തോന്നുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു പെൺകുട്ടി തൻ്റെ കാമുകൻ്റെ അടുത്ത് പറയാണ്. അപ്പോഴാണ് രവി പ്രതാപ് സിംഗ് അടുത്തൊരു പ്ലാൻ നീലുകുമാരൻ്റെ അടുത്ത് പറയുന്നത്. നീ ഒരിക്കലും എൻ്റെ പേര് പറയരുത്. നീ നിൻ്റെ എന്താ പറയുക ഇടക്കിടക്ക് വിളിക്കുന്ന ആ പയ്യനല്ലേ സന്തോഷ്, നിൻ്റെ പിന്നാലെ നടക്കുന്ന ആ ഒരു പയ്യൻ, ആ പയ്യനാണ് നിൻ്റെ കാമുകൻ എന്നുള്ള കാര്യം പറഞ്ഞാൽ മതി. എന്താണെങ്കിലും നീ പെടും. നീ എന്താണെങ്കിലും ജയിലിലോട്ട് പോകേണ്ടി വരും. എന്നാൽ അധികം ദിവസമൊന്നും കിടക്കേണ്ടി വരില്ല. ഞാൻ അപ്പോഴത്തേനും നല്ലൊരു ലോയറായിട്ട് വരാം. അപ്പോൾ എന്തായാലും എൻ്റെ പേര് പറയരുത്. ഞാൻ ഈ സിമ്മ് കളയാൻ പോവാണ്. അപ്പോൾ നമ്മളുടെ കോൾ ഡീറ്റെയിൽസും അതേപോലുള്ള കാര്യങ്ങളും വാട്സാപ്പിലത്തെ ചാറ്റും എല്ലാം നീ ഡിലീറ്റ് ചെയ്ത് കളയണം. പുറത്തൊരാളുണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്നുകൊണ്ട് ജാമ്യത്തിൽ എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പം നീ എൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും അകത്ത് പോവും. രണ്ടുപേരും അകത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആകെപ്പെടും. സോ പോലീസുകാരെങ്ങനെ വന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇങ്ങനെയുള്ള ഒരു കഥ പറഞ്ഞിങ്ങായിട്ട് നൈസായിട്ട് നിൽക്ക്. അപ്പോഴത്തേനും ഞാൻ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നിന്നെ ജാമ്യത്തിൽ എടുക്കുക എന്നുള്ളൊരു കാര്യമായിരുന്നു ഇയാൾ ഈ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞത്. എന്നാൽ ഇവരുടെ പ്ലാനും കാര്യങ്ങളൊന്നും തന്നെ നടന്നില്ല. എല്ലാ സത്യങ്ങളും പോലീസുകാർ മനസ്സിലാക്കുകയും ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. പിന്നെ ഈ ഒരു കേസിൻ്റെ സ്വഭാവം നോക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അത്ര വലിയൊരു കേസാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇതൊരു ഫ്രോഡ് കേസാണ്. അതേപോലെ തന്നെ ഈ പെൺകുട്ടികളുടെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും തന്നെ ലീക്ക് ആയിട്ടില്ല. സോ ഇവർക്ക് ഏത് തരത്തിലുള്ളൊരു ശിക്ഷ കിട്ടും എന്നുള്ളത് നമുക്ക് എന്താ പറയുക പറയാനായിട്ട് സാധിക്കില്ല. വളരെ നിസ്സാരമായിട്ടുള്ള ശിക്ഷ കിട്ടാനുള്ള സാധ്യത തന്നെ ഉള്ളൂ. വേഗം തന്നെ ഈ ഒരു കേസിൽ നിന്ന് ജാമ്യം കിട്ടിയിട്ട് അവർ പുറത്തിറങ്ങാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. എന്താണല്ലേ, സ്വന്തം കൂട്ടുകാരികളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തന്നെ തീരുമാനിക്കുന്ന രീതിയിലും മാത്രം ആളുകൾ ചിന്തിക്കുന്നൊരു കാലഘട്ടമാണിത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി ആയിട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റസീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.